ഹരിശങ്കറിന്റെ കഥാപാത്രം അങ്ങനെ ശരീരത്തിൽ മനസ്സിലൊന്നുമില്ല. അത് അത് ആ നമ്മളെ ചെന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യങ്ങളും നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മളെ കഥാപാത്രമായിട്ട് നിർത്തുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഹരിശങ്കർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയോട് കാണിച്ചാൽ മിക്കവാറും ഈ വേദിയിൽ ഞാൻ ഇരിക്കേണ്ടി വരത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് ക്രിയേറ്റേഴ്സ് നമുക്ക് ഇട്ട് തരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ലഭിക്കുന്നത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് മാത്രമല്ല ഏതൊരു അഭിനേതാവിനും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അഭിനേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. പിന്നെന്തായിരുന്നു അതിനോട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ആഗ്രഹമുണ്ട്, ഇല്ലാതില്ല. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഇത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നതനുസരിച്ചുള്ള രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരണം എന്നുള്ളത് കൂടെ അറിയിക്കുകയാണ്. കാരണം ഒരു സോഷ്യൽ മെസ്സേജും കൂടെ ഉണ്ട്. അത് പക്ഷെ ഒരു കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പം ഇതിൽ മറ്റു കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഇപ്പൊ ജഗദീഷ് ചേട്ടൻ എന്നെ പറ്റി പറയുന്നത് പോലെ ജഗദീഷ് ചേട്ടനെ നമ്മളറിയാം ഈ കുറച്ച് നാളുകളായിട്ട് വേറൊരു വേർഷൻ ഓഫ് ജഗദീഷ് ചേട്ടൻ, ഒരു റീഇൻവെന്റഡ് ജഗദീഷ് എന്നൊരു ആക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇത് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിലെ കുറേയധികം കഥാപാത്രങ്ങൾ, വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രെയിമിൽ വന്ന് അഭിനയിക്കാത്ത രീതിയിലുള്ള സീക്വൻസുകളും ഡയലോഗുകളും ഒക്കെയാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആക്ടറിന്റെ എവല്യൂഷന്റെ ഭാഗമായിട്ടും ആ പ്രോസസ്സിൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയുന്ന ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയാമണി ഒരുപാട് നാളുകൾക്ക് ശേഷം വേറൊരു ശക്തമായ കഥാപാത്രമായിട്ട്, ഗീത എന്നൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു വീട്ടമ്മമാരുടെ ഒരു വൺ ഓഫ് റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാറി വരുന്ന സ്ത്രീകളുടെ ഒരു ചിന്താഗതിയും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു, ബോൾഡ് ആകുന്നു, ഇമോഷണലി ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാളും, അതായത് ഭർത്താവിനേക്കാളും ചിലപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസും അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.